Hello guys, welcome back. So today we will be discussing the Research Aptitude Part 6 of UGC NET preparation. The topic will be steps in research process. Which are the steps we need to follow while we do the research. This is a very important topic, and this is me, Ammu S. Anil. I am a NET holder in December 2019 and October 2020, and in the latest JRF result I got JRF also in political science. So let's begin. So the first step is formulating the research problem. അതായത് ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒന്ന് ഫോർമുലേറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർച്ചർ എന്ത് ചെയ്യണം? എ റിസർച്ചർ മസ്റ്റ് സിംഗിൾ ഔട്ട് പ്രോബ്ലം ടു സ്റ്റഡി ആൻഡ് മസ്റ്റ് ഡിസൈഡ് ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഒരുപാട് ഏരിയാസ് കാണും. ഇപ്പം പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഇൻ്റർനാഷണൽ റിലേഷൻസ്, പിന്നെ പൊളിറ്റിക്കൽ തിയറി ഉണ്ട്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് വിത്തിൻ അല്ലെങ്കിൽ ഏരിയാസ് വിത്തിൻ ഒരു ഡിസിപ്ലിൻ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളിപ്പോൾ ഒരു ഒറ്റ ഏരിയ എടുക്കുക. ഇപ്പോൾ IR ആണെങ്കിൽ IR എടുക്കുക. ഇപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏരിയ സ്പെസിഫിക് പോകണോ? ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ ഉണ്ട്, ഈസ്റ്റ് ഏഷ്യ ഉണ്ട്, സൗത്ത് ഏഷ്യ ഉണ്ട്, യൂറോപ്യൻ സ്റ്റഡീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ ചൈന റിലേഷൻ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ സൗത്ത് ഏഷ്യ ആണെങ്കിൽ ഇന്ത്യ ചൈന, യൂറോപ്യൻ ആണെങ്കിൽ ഇപ്പം റഷ്യ യുക്രൈൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ഏത് പ്രോബ്ലം ആണോ അല്ലെങ്കിൽ ഏത് ഏരിയ ആണോ എന്ന് നമ്മൾ സിംഗിൾ ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് റിസർച്ചർ മസ്റ്റ് സിംഗിൾ ഔട്ട് പ്രോബ്ലം ടു സ്റ്റഡി ആൻഡ് മസ്റ്റ് ഡിസൈഡ് ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഏതാണോ അത് കണ്ടുപിടിക്കണം. അടുത്ത ഫീസിബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഹാസ് ടു ബി കൺസിഡേർഡ് ബിഫോർ വർക്കിംഗ് ഓൺ ദ പ്രോബ്ലം. നമ്മൾ ഏത് പ്രോബ്ലം എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഫീസിബിലിറ്റി എത്രയാണ്, അതായത് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽ കിട്ടുമോ, ഗവൺമെൻറ് റിപ്പോർട്ട്സ് ആർ അവൈലബിൾ ഓർ നോട്ട്, അതിൻ്റെ കറക്റ്റ് ഗൈഡൻസ് നമുക്ക് കിട്ടുമോ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇപ്പം ഫീസിബിലിറ്റി എല്ലാത്തിനും നമുക്ക് പ്രോബ്ലത്തിനും വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം ചൈനയെ പറ്റിയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴും ചില ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് മെറ്റീരിയൽ പോലും കിട്ടാത്ത പല ഏരിയാസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫീസിബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഹാസ് ടു ബി കൺസിഡേർഡ് ബിഫോർ വർക്കിംഗ് ഓൺ ദ പ്രോബ്ലം. It can be related to states of nature or relationships between variables. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ 2 വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എന്താണ് നേച്ചർ, റിലേഷൻഷിപ്പ്, ഇപ്പം കോസ് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇപ്പം ആ ഒരു ഏരിയയിലെ ഡയബറ്റിക് കണ്ടീഷനെ പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ്, അതിൻ്റെ റിലേഷൻഷിപ്പ്, പിന്നെ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുമായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ നോക്കേണ്ടി വരും. പിന്നെ എക്സാമിൻ അവൈലബിൾ ലിറ്ററേച്ചർ ബോത്ത് കോൺസെപ്ച്വൽ ആൻഡ് എംപിരിക്കൽ. അപ്പം ലിറ്ററേച്ചർ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിയതാണ്. അപ്പം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്തായാലും നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിനെ പറ്റിയുള്ള കൺസെപ്ച്വൽ ആയിട്ടുള്ള എംപിരിക്കൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതും എല്ലാ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറും നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മളത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നെ. നമ്മളിപ്പോൾ ഗൂഗിൾ സ്കോളറിലോ അവിടെ ഇപ്പം നമ്മൾ ഏത് ടോപ്പിക്കിലാണ് റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അവിടെ പോയി സെർച്ച് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട എല്ലാ ലിറ്ററേച്ചറും നമ്മൾ വായിക്കണം. റീഇവാലുവേറ്റ് ദ പ്രോബ്ലം ആൻഡ് ഫോക്കസ് ഓൺ ഇറ്റ് സ്പെസിഫിക്സ്. ഇനി അവസാനം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നോക്കുക, ഒന്ന് റീവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ദിസ് ഈസ് ദ പ്രോബ്ലം ബിക്കോസ് വി നീഡ് ടു ഡു റിസർച്ച് ഫോർ 5 years മാക്സിമം. അപ്പോൾ അത് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമ്മളൊന്നും കൂടെ നോക്കിയിട്ട് അതിൻ്റെ സ്പെസിഫിക്സിലോട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഒരുപാട് ബ്രോഡായി പോകാൻ പാടില്ല. എപ്പോഴും റിസർച്ച് നാരോ ഡൗൺ ചെയ്ത് നമ്മൾ ആ ഒരു സ്പെസിഫിക് എലമെൻറ്റിലോട്ട് എത്താൻ ശ്രമിക്കണം. സോ ദീസ് ആർ ദ തിങ്സ് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം, ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം കണ്ടിന്യൂയിങ്, അതായത് കഴിഞ്ഞില്ല. അതായത് മേക്ക് ഷുവർ ദ പ്രോബ്ലം ക്യാൻ ബി ഡിഫൈൻഡ് അൺആംബിഗ്വസ്ലി. നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ക്ലാരിറ്റി ഉണ്ടാവണം. ഒരിക്കലും ക്ലാരിറ്റി ഇല്ലാതെ അതായത് നമുക്കതിൽ ക്ലാരിറ്റി ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് മേക്ക് ഷുവർ ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിഫൈൻഡ്
അൺആംബിക്വസ്ലി ക്ലിയറായി അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ എപ്പോഴാണ് ക്ലിയർ ആവുന്നത്? നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സും റിസർച്ച് ക്വസ്റ്റനും ഒക്കെ നമുക്ക് അറിയാം. അതായത് നമ്മൾ ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ പ്രപ്പോസൽ എഴുതുന്നതും നമ്മൾ ഡിഫെൻഡ് ചെയ്യാവുന്നതും ഒക്കെ ഇതാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും they will ask, what is your research problem? Why did you choose this? State the objectives, state the research question, state the hypothesis, state the methodology. Why did you choose this? അപ്പോൾ these are the questions they will ask us. അപ്പോൾ നമുക്ക് ഉത്തരം വേണമല്ലോ. അപ്പോൾ അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യണതും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മെയിൻ ടേംസ് ഇൻ റിലേഷൻ ടു ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിഫൈൻഡ്. ഇനി എല്ലാം അറിയണമെന്നില്ല. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് ജസ്റ്റ് സേ ഐ വിൽ റീഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ പറഞ്ഞാലും മതി. ഡ്യൂറിങ് ഇൻ്റർവ്യൂ മെയിൻ ടേംസ് ഇൻ റിലേഷൻ ടു ദ പ്രോബ്ലം മസ്റ്റ് ബി ഡിഫൈൻഡ്. അതിലുള്ള മെയിൻ ടേംസ് എപ്പോഴും പ്രോബ്ലത്തിൽ ഒരു മെയിൻ ടേം കാണും. ഇപ്പം ഏതാണ് ഇന്ത്യ ചൈന റിലേഷൻ ആണെങ്കിൽ അതിൻ്റെ മെയിൻ ടേം ഏതാണ്? ആ ഒരു റിലേഷൻ തന്നെയാണ് മെയിൻ ടേം. അപ്പോൾ തുടങ്ങിയിട്ടുള്ള അത് എന്തായാലും ഡിഫൈൻ ചെയ്യണം. എല്ലാം വേറൊരു ഇപ്പം ഡെഫിനിഷൻ ഉള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ദീസ് ആർ ദ തിങ്സ് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം. Coming to the second step, that is extensive literature survey. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫോർമുലേറ്റഡ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഓക്കെ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെപ്പറ്റി നമ്മൾ വായിക്കണം. അതാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മളതിൽ എന്തൊക്കെ ചെയ്യണം? ബ്രീഫ് സർവേ സമ്മറി ഓഫ് ദ പ്രോബ്ലം നീഡ്സ് ടു ബി പ്രിപ്പയർഡ് ആഫ്റ്റർ ദ പ്രോബ്ലം ഈസ് ഫോർമുലേറ്റഡ്. ആ ഒരു പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രീഫ് സമ്മറി, ആ പ്രോബ്ലത്തിൻ്റെ ഒരു ബ്രീഫ് സമ്മറി നമ്മൾ ഭയങ്കര ഷോർട്ടാക്കി എഴുതണം. എപ്പോഴും പ്രപ്പോസൽ 10-16 പേജൊന്നുമല്ല, ഒരു 4-5 പേജൊക്കെയാണ് ഏറ്റവും നല്ലത്. അത്രയും ഷോർട്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ബ്രീഫ് സമ്മറി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഒരു സിനോപ്സിസ് ഓഫ് ദ ടോപ്പിക് സബ്മിറ്റ് ടു ദ കമ്മിറ്റി ഓർ റിസർച്ച് ബോർഡ്. അതാണ് പ്രപ്പോസലും ഉണ്ട്, സിനോപ്സിസും ഉണ്ട്. സിനോപ്സിസ് സാറിന് അതിന് ശേഷമാണ് കൊടുക്കുന്നത്. എനിത്തിങ് ഈസ് ഫൈൻ. എന്നിട്ട് നമ്മൾ ആ കമ്മിറ്റി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ റിസർച്ച് ബോർഡിനാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അവരത് നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അടുത്ത് ലിറ്ററേച്ചർ സർവേ ബൈ അബ്സ്ട്രാക്റ്റിംഗ് ജേർണൽസ് ആൻഡ് റീഡിങ് എ ബിബ്ലിയോഗ്രാഫി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജേർണൽസ് എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം. പിന്നെ അതുപോലെ ബിബ്ലിയോഗ്രാഫിയിൽ നമ്മൾ കൊടുക്കുന്ന ബുക്സും നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റി അവർ ചോദിക്കും. അപ്പോൾ സോ ദിസ് ഇസ് ലിറ്ററേച്ചർ സർവേ. നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് വായിക്കണം. അതിന് ഒരുപാട് ഉണ്ട്. ലിറ്ററേച്ചർ നമുക്ക് കിട്ടുന്ന ഒരുപാട് സൈറ്റുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജേർണലായാലും JSTOR-ഉണ്ട്, ഗൂഗിൾ സ്കോളറുണ്ട്. അതെല്ലാം യൂസ് ചെയ്യാം. Coming to the third step, that is the development of working hypothesis. എന്താണ് ഹൈപ്പോത്തസിസ്? അപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. വി ഓൾറെഡി സെഡ് അബൌട്ട് ദ ഫസ്റ്റ് 2 steps. ഏതായിരുന്നു? ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം. അതിനുശേഷമായിരുന്നു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്, ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് സോ ആസ് ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ലോജിക്കൽ ഓർ എംപിറിക്കൽ കോൺസിക്വൻസസ്. ഹൈപ്പോത്തസിസ് എപ്പോഴും ഒരു ലൈറ്റ് ഹൗസാണ്, നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു ബീക്കൺ ലൈറ്റാണ് എന്ത് ഹൈപ്പോത്തസിസ്. നമ്മുടെ റിസർച്ച് എങ്ങനെ മുന്നോട്ട് പോകണം അത് നമുക്ക് പ്രൂവ് ചെയ്യാം, അത് ടെസ്റ്റ് ചെയ്യാം. പല പല ടെസ്റ്റുകളുണ്ട്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, ഡിപ്പെൻസ്. ദർ ആർ 2 types ഓഫ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണുന്നതായിരിക്കും. നള്ളെന്ന് പറയുമ്പം അവിടെ നോ ഡിഫറൻസ്, അവിടെ നോ എഫക്റ്റ് ആയിരിക്കും. ഇനി ഓൾട്ടർനേറ്റ് ആകുമ്പം അവിടെ എന്തെങ്കിലും ഡിഫറൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും 2 വേരിയബിൾ തമ്മിൽ. അപ്പോൾ അതാണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ അത് നമ്മളെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഡിസ്കസ് വിത്ത് വർക്ക് കൊളീഗ്സ് ആൻഡ് എക്സ്പേർട്സ് അബൌട്ട് ദ പ്രോബ്ലം. അതുപോലെ എക്സാമിൻ പാസ്റ്റ് ഡേറ്റ ആൻഡ് റെക്കോർഡ്സ്. പല പല റെക്കോർഡ് ഡേറ്റ നമുക്ക് ഇത് ഫ്രെയിം ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്കൊരു നല്ലൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. ബൈ ഡിസ്കസിങ് വിത്ത് ദ കൊളീഗ്സ്, ദെൻ എക്സ്പേർട്സ്, ദെൻ എക്സാമിനിങ് ദ പാസ്റ്റ് ഡേറ്റ, അതുപോലെ റിവ്യൂയിങ് ദ സിമിലർ സ്റ്റഡീസ് ഇൻ ദാറ്റ് ഏരിയ, ആൻഡ് ഓൾസോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്രോബ്ലം വിത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. So by these methods we can develop a working hypothesis. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ വർക്കിംഗ് ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും, ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? അപ്പോൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് പറഞ്ഞു, ഹൗ വി ക്യാൻ സെറ്റ്
എ ഗുഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ ഫങ്ഷൻ എന്താണ്? എൻ്റെ ഫങ്ഷൻ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ദ ഹൈപ്പോത്തിസിസ് ഗൈഡ്സ് ദ റിസർച്ചർ ബൈ ഡീലിമിറ്റിംഗ് ദ ഏരിയ ഓഫ് റിസർച്ച് ആൻഡ് ടു കീപ് ഹെർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നമുക്ക് ആ റൈറ്റ് ട്രാക്കിൽ പോകാൻ ഒരു ഗൈഡിങ് ലൈറ്റാണ് ഇത് ഹൈപ്പോത്തിസിസ്. And it also sharpens her thinking and focuses on attention on the more important facets of the problem. ആ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈഡിലോട്ട് നമ്മളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ചെയ്യാതെ അത് കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ ടൈപ്പ് ഓഫ് ഡേറ്റ റിക്വയർഡ് ആൻഡ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ അനാലിസിസ് ടു ബി യൂസ്ഡ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ഷനാണ്, നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സൊക്കെ പഠിച്ചു ഓൾറെഡി. സാമ്പിളിങ്ങും കാര്യങ്ങളും ഡേറ്റ കളക്ഷനും ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ടൈപ്പ്, ഏത് ഡേറ്റ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏത് ടൂൾസ് ഉപയോഗിക്കണം എന്നൊക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാം, ഈ ഒരു ഹൈപ്പോത്തിസിസ് നിന്ന് മനസ്സിലാക്കാം. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ഹൈപ്പോത്തിസിസ്. കമ്മിങ് ടു ദ ഫോർത്ത് സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, അതായിരുന്നു തേർഡ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റാണ്, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്കെലിറ്റൺ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതാണ് ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻസ് ദ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ ഇൻഫർമേഷൻ. എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, ടൈം, കോസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയാണ് നമ്മുടെ റിസർച്ച്. അതാണ് റിസർച്ച് ഡിസൈൻ. And it also explains the way in which selected means of obtaining information will be organized. എങ്ങനെയൊക്കെ നമുക്കത് ഓർഗനൈസ് ചെയ്യാം. ആൻഡ് ദ റീസണിങ് ലീഡിങ് ടു സെലക്ഷൻ. ഇപ്പോൾ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്കൊരു നല്ലൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കാം. ഫസ്റ്റ് തിങ് ഈസ് എബിലിറ്റി ആൻഡ് സ്കിൽ ഓഫ് ദ റിസർച്ചർ ആൻഡ് ദ സ്റ്റാഫ്. അപ്പോൾ അവർക്കൊരു സ്കിൽ ഉണ്ടായിരിക്കണം, എബിലിറ്റി ഉണ്ടായിരിക്കണം. സോ ദാറ്റ് വിൽ ബി ദെയർ. ദെൻ ടൈം അവൈലബിൾ ഫോർ റിസർച്ച്. റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സമയം എത്രത്തോളം ടൈമുണ്ട്, ഇസ് ഇറ്റ് 3 years 5 years, നമുക്ക് അതിനുള്ളിൽ തീർക്കണമല്ലോ. അപ്പോൾ ദാറ്റ് ഇസ് എ പ്ലാൻ, ദാറ്റ് ഇസ് എ റിസർച്ച് ഡിസൈൻ. നമ്മൾ ഒരു പ്ലാൻ, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയാണ്. പിന്നെ കോസ്റ്റ് ഫാക്ടർ, നമ്മൾ എത്രത്തോളം കോസ്റ്റ് വരും. ഇപ്പം വി ആർ ഡൂയിങ് സർവേ ഇൻ അതർ സ്റ്റേറ്റ്സ് ഓർ ബ്രോഡ്, അല്ലെങ്കിൽ എനിവെയർ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം വെദർ ഇറ്റ് ഈസ് മൗണ്ടൻസിലാണെങ്കിൽ അങ്ങനെ, പ്ലെയിൻസിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിന് ജോഗ്രഫി മാറ്റർ ചെയ്യും, പെർമിഷൻ മാറ്റർ ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഇതൊക്കെ വേണം, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും. അപ്പോൾ ദ ടൈം, കോസ്റ്റ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. പിന്നെ അതുപോലെ എബിലിറ്റി, സ്കിൽ ഓഫ് ദ റിസർച്ച്. ഇതെല്ലാം നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഫോർ പ്രിപ്പയറിങ് ദ റിസർച്ച് ഡിസൈൻ. ആ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ റിസർച്ച് ഡിസൈൻ നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന, എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മൾ നോക്കി അല്ലേ? പ്രിപ്പയറിങ് ദ റിസർച്ച് ഡിസൈൻ, ഫോർത്ത് സ്റ്റെപ്പ്. ഇനി ഈ റിസർച്ച് ഡിസൈൻ എത്ര ടൈപ്പ് ഉണ്ട്? ഫോർത്ത് സ്റ്റെപ്പാണ്. അതുപോലെ 4 ടൈപ്സ് ഉണ്ട്. എത്ര ടൈപ്സ് ഉണ്ട്? ദർ ആർ 4 മെയിൻ ടൈപ്സ്. ഫസ്റ്റ് വൺ ഇസ് എക്സ്പ്ലോറേറ്ററി. നമ്മൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ കണ്ടതാണ്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഒക്കെ. അപ്പോൾ എക്സ്പ്ലോറേറ്ററി ആ വേർഡ് തന്നെയാണ്, ടു എക്സ്പ്ലോർ. എ ഫ്ലെക്സിബിൾ റിസർച്ച് ഡിസൈൻ ആണ് വിച്ച് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ കൺസിഡറിങ് മെനി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എക്സ്പ്ലെയിനിങ് എനിത്തിങ്, ഇറ്റ്സ് എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് തിങ്സ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒന്നായിരിക്കും നമ്മൾ എക്സ്പ്ലോറേറ്ററി വഴി ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ടൈപ്പ്. ദെൻ അനദർ ടൈപ്പ് ഇസ് വെരി കോമൺ മെത്തേഡ് അല്ലെങ്കിൽ ഡിസൈനാണ് ഡെസ്ക്രിപ്റ്റീവ്. ഡെസ്ക്രിപ്റ്റീവ് നമ്മൾ വാട്ട് ആയിരിക്കും അവർ അഡ്രസ്സ് ചെയ്യുന്നത്, അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. An accurate description of a situation or of an association between variables. The suitable design will be one that minimizes bias and maximizes the reliability of the data collected and analyzed. എപ്പോഴും ഒരു ഡിസൈൻ, ഒരു നല്ലൊരു ഡിസൈൻ എന്ന് അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയണമെങ്കിൽ എങ്ങനെ, അവിടെ ബയാസ് പാടില്ല. അറിയാലോ, ദ റിസർച്ച് മസ്റ്റ് ബി ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒബ്ജക്റ്റിവിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം. ഷുഡ് ബി നോ ബയാസ്. അപ്പം അതുപോലെ തന്നെ മാക്സിമൈസ് ദ റിലയബിലിറ്റി, ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു നല്ലൊരു റിസർച്ച് ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്റ്റീവ്. ആ വാട്ട് എലമെൻ്റ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എക്സ്പ്ലോറേറ്ററിയിൽ നമ്മൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് നോക്കും. ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് 2 ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. അടുത്ത 2 എണ്ണമാണ്. അപ്പോൾ നമുക്ക് 4 ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം കണ്ടു. ഇതൊക്കെയായിരുന്നു എക്സ്പ്ലോറേറ്ററി ആൻഡ് ഡെസ്ക്രിപ്റ്റീവ്. ദ തേർഡ് വൺ ഈസ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക്, ആ പേര് തന്നെ ഉണ്ടല്ലോ, ഡയഗ്നോസ് ചെയ്യുക. ആരാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡോക്ടേഴ്സ്. അപ്പോൾ ദേ വിൽ സീ ദ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് ദേ വിൽ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ആൻഡ് ദേ വിൽ പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ്. അതല്ലേ ചെയ്യുന്നത്.
So that is the same way followed here. An attempt to detect and discover subtle variances influencing a problem by way of series of clinical, laboratory and field test. ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ പോലും they will ask നിങ്ങൾ ടെസ്റ്റ് ഒക്കെ ചെയ്തോ, did you check your BP levels, your sugar levels, your blood എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റിപ്പോർട്ടും കൊണ്ടായിരിക്കും പോകുന്നത്. ആൻഡ് ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഡോക്ടർ വിൽ ഗൈഡ് അസ്, അല്ലെങ്കിൽ ഫൈൻഡ് ഓക്കെ യു നീഡ് ടു കണ്ടിന്യൂ ദീസ് മെഡിസിൻസ്, അല്ലെങ്കിൽ പുതിയ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ആൻഡ് കൈൻഡ് ഓഫ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകും. അപ്പോൾ ബൈ വേ ഓഫ് സീരീസ് ഓഫ് ക്ലിനിക്കൽ, ലബോറട്ടറി ആൻഡ് ഫീൽഡ് ടെസ്റ്റ് ആൻഡ് ഓൾസോ ട്രയൽസ്, ഒരുപാട് ട്രയൽസ് ഒക്കെ നടത്തിയിട്ട് വിച്ച് എയിം ടു ഷെഡ് മോർ ലൈറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ഗിവൺ പ്രോബ്ലം. ചിലപ്പോൾ ആദ്യത്തെ ഇതിലൊന്നും ആ ഒരു ഇഷ്യൂ എന്താണെന്ന് കിട്ടില്ല. പിന്നെ ഒരുപാട് സീരീസ് ഓഫ് ടെസ്റ്റ് വഴി ദേ വിൽ ഫൈൻഡ് ഔട്ട് ഓക്കെ ദിസ് ഇസ് ദ ഡിസീസ് അല്ലെങ്കിൽ ദിസ് ഇസ് ദ പ്രോബ്ലം. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈനാണ് ഇത് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ. അനദർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് എക്സ്പെരിമെൻ്റൽ. വേർഡ് തന്നെയാണ് ടു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എ സീരീസ് ഓഫ് ടെസ്റ്റ് ആൻഡ് ട്രയൽസ് ഇസ് പെർഫോംഡ് ഓൺ എ സെറ്റ് ഓഫ് ഗിവൺ വേരിയബിൾസ് which are either controlled or experimental in order to determine a better solution or outlook based on the results obtained. അപ്പോൾ ടെസ്റ്റുകൾ നടത്തും, ട്രയലുകൾ നടത്തും. എന്നിട്ട് ഈ എക്സ്പെരിമെൻ്റലിൽ എന്താണ് പ്രത്യേകത? ദർ വിൽ ബി കൺട്രോൾഡ് വേരിയബിൾസ്. നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഏത് വേരിയബിളിനെയാണ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ക്യാൻ ബി ആസ്ഡ് ഏത് വേരിയബിൾ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എന്തിനാണ്? ടു ഡിറ്റർമിൻ എ ബെറ്റർ സൊല്യൂഷൻ ഓർ ഔട്ട്ലുക്ക് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ അതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. സോ ദീസ് ആർ ദ 4 types ഓഫ് റിസർച്ച് ഡിസൈൻ. കമ്മിങ് ടു ദ 5th സ്റ്റെപ്പ് ഓഫ് റിസർച്ച്. 5ാമത്തെ സ്റ്റെപ്പ് ഏതാണ്? റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്തു. അടുത്ത സാമ്പിൾ ഡിസൈൻ. വി ആർ ഡിറ്റർമിനിങ് ദ സാമ്പിൾ ഡിസൈൻ. What is sample design? Sample design is a plan determined before any data are actually collected for obtaining a sample from a given population. ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ ചൂസ് ചെയ്യുന്നതിന് മുന്നേ വി വിൽ പ്രിപ്പയർ എ പ്ലാൻ. അതാണ് സാമ്പിൾ ഡിസൈൻ. ബിഫോർ പ്രീ ഡേറ്റ കളക്ഷൻ, ആ ഒരു സമയത്താണ്. സാമ്പിളിംഗ് 2 ടൈപ്പ് ഉണ്ട്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഉണ്ട്. പ്രോബബിലിറ്റി ആ പേര് തന്നെയുണ്ട്, പ്രോബബിൾ, ഈക്വൽ ചാൻസസ്, ആർക്ക് വേണോ കിട്ടാം. അപ്പോൾ അതിന് എക്സാമ്പിളാണ് റാൻഡം സാമ്പിളിങ്. അതുപോലെ തന്നെ ലോട്ടറി മെത്തേഡ്. നമുക്ക് ഇത് ലോട്ടൊക്കെ എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഈക്വൽ ചാൻസാണ്, ആർക്ക് വേണോ കിട്ടാം. അപ്പോൾ അവിടെ ഒബ്ജക്റ്റിവിറ്റി ബയാസ് ഒന്നും വരില്ല. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. നോൺ പ്രോബബിലിറ്റിയിൽ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ്, നമ്മുടെ ഒരു ബയാസ് വരും. അതാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. അതുപോലെ സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ, കോട്ട, നമ്മൾ ഇത്ര ആളുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ, സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിംഗ് ടൈപ്സും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ പഠിക്കണം. So this is the 5th step, determining sample design. അടുത്ത 6th സ്റ്റെപ്പാണ് കളക്ടിങ് ദ ഡേറ്റ. We can collect data in different ways, through experiment, survey, interview, questionnaire, അങ്ങനെ തുടങ്ങിയ ഏത് മെത്തേഡ് വേണം ഉപയോഗിക്കാം. ഇനി സർവേ മെത്തേഡ്സിൽ തന്നെ ഒബ്സർവേഷൻ, പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോൺ ഇൻ്റർവ്യൂ, മെയിലിംഗ് ഓഫ് ക്വസ്റ്റനെയർ, ഷെഡ്യൂൾസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് സർവേ നടത്താം. പേര് തന്നെ ഉണ്ടല്ലോ, ഒബ്സർവേഷൻ ആയാലും. ഇൻ്റർവ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ക്വസ്റ്റനെയർ നമുക്ക് മെയിൽ ചെയ്യാം. എഴുതി കൊണ്ടുപോകുന്നതിനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് നെസറി ടു കളക്ട് അഡിക്വേറ്റ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡേറ്റ ഇൻ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് ടൈം. എപ്പോഴും ടൈമും കോസ്റ്റും ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ആ ഒരു കളക്ഷൻ മെത്തേഡൊക്കെ ചൂസ് ചെയ്യാനും കാര്യങ്ങളും. ആൻഡ് ഓൾസോ കെയർഫുൾ വാച്ച് ഓൺ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ഇറ്റ് ഷുഡ് ബി ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്. അപ്പം നമ്മൾ അതിൻ്റെ ഇൻഫ്ലുവൻസുകൾ വരുമ്പോൾ നമ്മുടെ റിസൾട്ട് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് ദിസ് അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ്. ചിലപ്പം നമുക്ക് ഇൽനെസ് വരാം, ചിലപ്പോൾ നാച്ചുറൽ കോസസ് വരാം, തുടങ്ങിയിട്ട് ഏത് ഇഷ്യൂ വേണമെങ്കിലും വരാം. അപ്പോൾ ദാറ്റ് ഈസ് കളക്ടിങ് ദ ഡേറ്റ. ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ടൈപ്സ് ക്യാൻ ബി അഡോപ്റ്റഡ്. സോ ദാറ്റ് ഈസ് എ 6th സ്റ്റെപ്പ്. 7th വൺ ഇസ് അനാലിസിസ് ഓഫ് ഡേറ്റ. ഡേറ്റ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്തെടുക്കാം. റോ ഡേറ്റ എല്ലാം ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്തിട്ട് എന്നിട്ട് കോഡിങ് ആൻഡ് എഡിറ്റിംഗ് ടു ട്രാൻസ്ഫോം കാറ്റഗറൈസ്ഡ് ഡേറ്റ ഇൻറ്റു സിമ്പിൾസ്. അത് നമ്മൾ കളക്ട് ചെയ്ത റോ ഡേറ്റയെ നമ്മൾ അനാലിസിസ് ചെയ്യുകയാണ്. എക്സൽ ഉപയോഗിച്ചിട്ടോ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ വെച്ചിട്ട് വി ആർ അനലൈസിങ് ഇറ്റ്. ടാബുലേഷൻ നടത്താം. ഡേറ്റയെ ടേബിൾ ഫോമിൽ മാറ്റുന്നതിനാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്, മീൻ മീഡിയൻ മോഡ്, ഡീവിയേഷൻ ഒക്കെ ചെയ്തിട്ട് വിത്ത് അസിസ്റ്റൻസ് ഓഫ് ടെക്നോളജി, ICT നമ്മൾ കണ്ടതാണ്. കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് എ 7th സ്റ്റെപ്പ്.
നെക്സ്റ്റ് ദാറ്റ് ഈസ് 8th സ്റ്റെപ്പ്. നമ്മൾ 3rd സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞു? ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ടൈപ്സ് ആണ് ഇതിൽ, അതിനെ എങ്ങനെ നമുക്കത് ടെസ്റ്റ് ചെയ്യാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ 2 ടൈപ്പോടെ നള്ളും ഉണ്ട്, ഓൾട്ടർനേറ്റീവും ഉണ്ട്. അപ്പം നള്ളിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? H0 നമുക്ക് സഫിക്സ് ആയിട്ട് കൊടുത്തിട്ട് ആണ് ഏറ്റവും താഴെയിട്ട് അങ്ങനെ കൊടുക്കാം. അതിൻ്റെ ഓൾട്ടർനേറ്റിന് HA, സ്മോൾ ലെറ്റർ A, അതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. തമ്മിലുള്ള ഡിഫറൻസ് നേരത്തെ പറഞ്ഞു. മറ്റൊരു നോ ഡിഫറൻസ്, മറ്റതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാണും, അതാണ് ഓൾട്ടർനേറ്റ്. ഇതിൽ എയ്തർ അക്സെപ്റ്റ്, നമുക്ക് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റും ചെയ്യാം റിജക്റ്റും ചെയ്യാം ബൈ ഡൂയിങ് ദ ടെസ്റ്റ്. ഏതൊക്കെ ടെസ്റ്റാണ്? 3 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്: T ടെസ്റ്റ്, F ടെസ്റ്റ് ആൻഡ് chi-square. അപ്പോൾ എന്താണ് T ടെസ്റ്റ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ 2 ഗ്രൂപ്പ്സ് ഹാവ് ദ സെയിം മീൻ. രണ്ടിനും സെയിം മീൻ ഉണ്ട്, അതിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ മനസ്സിലാക്കാം ഡിഫറൻസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഉപയോഗിക്കുന്നത് എപ്പോഴും സാമ്പിൾ സൈസ് ഈസ് മോർ ദാൻ 30. 30ന് മുകളിലെ സാമ്പിൾ സൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് വി യൂസ് T ടെസ്റ്റ്. എന്തിനാണ്? ഹാവ് ദ സെയിം മീൻ ഓർ നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് T ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത F ടെസ്റ്റോ, കമ്പയർസ് ദ വേരിയൻസസ് ഓഫ് 2 നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രൂപ്പ്സ്. 2 നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രൂപ്പ്സിൻ്റെ വേരിയൻസ് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടാവും, ഫോർമുലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വേരിയൻസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കുന്നതാണ് F ടെസ്റ്റ്. വേരിയൻസ് അറിയാനുള്ള ഡിഫറൻസ് തന്നെയാണ്. മറ്റേതിൽ മീൻ, T ടെസ്റ്റ് മീൻ, F ടെസ്റ്റ് വേരിയൻസ്. chi-square എന്താണ്? യൂസ്ഡ് ഫോർ ചെക്കിങ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. അത് ഫിറ്റ് ആവാൻ ഗുഡാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് chi-square എന്ന് പറയുന്നത്. So these are the things you need to know while testing the hypothesis. That is the 8th step. അടുത്തതായിട്ട് 9ാമത്തെ സ്റ്റെപ്പാണ്. നമ്മുടെ ലാസ്റ്റിലേക്ക് കിടക്കുകയാണ്, അതായത് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ എല്ലാം ചെയ്ത് ഡേറ്റ കളക്ഷൻ, അനാലിസിസ് എല്ലാം കഴിഞ്ഞിട്ട് 9ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈപ്പോത്തസിസ് എല്ലാം ടെസ്റ്റ് ചെയ്തു ഓൾറെഡി. ടെസ്റ്റ് ചെയ്ത് ഇഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റഡ് ആൻഡ് അപ്ഹെൽഡ് ഇറ്റ്സ് ഈസി ടു ബിൽഡ് എ തിയറി. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് എ തിങ്, നമുക്ക് തിയറി. അതാണ് ജനറലൈസേഷൻ, ഒരു വെരിഫൈയിങ് എലമെൻ്റ് ആണല്ലോ. ഇഫ് നോട്ട്, നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ട്രിഗേഴ്സ് ന്യൂ ക്വസ്റ്റ്യൻസ് ഇൻ ദ ഹൈപ്പോത്തസിസ്. നമുക്ക് അതിൽ പുതിയ ക്വസ്റ്റ്യൻസും പുതിയ ഡയമെൻഷനും കൊണ്ടുവരാൻ പറ്റും. ആൻഡ് മേ ലീഡ് ടു ഫർദർ റിസർച്ച് ആൻഡ് സ്റ്റഡീസ്. അപ്പോൾ അതിൽ എന്താണ് കാണിക്കുന്നത്? ഇനി വരുന്ന ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് ഇനി അതിൽ ആ ഒരു ആംഗിളോടെ റിസർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അനാലിസിസ് ചെയ്ത് ഡേറ്റ, അതുപോലെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്തതെല്ലാം ഒന്ന് ജനറലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിസർച്ച് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓർ തീസിസ്. നമ്മളെല്ലാം ഇത്രയും ഒക്കെ ചെയ്തതിന് നമ്മുടെ എഫേർട്ട് ടേണിങ് ഇൻ ടു എ ഡോക്യുമെൻറ്റ് ഫോർ ആൻ അക്കാഡമിക് ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രിക്ക് വേണ്ടി. അതിനെ പറയുന്നതാണ് ഏത് ഡോക്ടറേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ആ തീസിസ്, അതാണ് ആ റിപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ, അപ്പോൾ അത് ഏതൊക്കെ പാർട്സിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ഇരിക്കും? റൈറ്റിംഗ് ഓഫ് റിപ്പോർട്ട് മസ്റ്റ് ബി ഡൺ വിത്ത് ഗ്രേറ്റ് കെയർ, കീപ്പിംഗ് ഇൻ ദ വ്യൂ. 3 പാർട്സ് എല്ലാം ഉണ്ടായിരിക്കണം ആ തീസിസിൽ. ഫസ്റ്റ് വിൽ ബി ദ ഇൻട്രൊഡക്ഷൻ, പിന്നെ സമ്മറി, മെയിൻ റിപ്പോർട്ട്, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ ടോപ്പിക്കെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ ഒരു സമ്മറി, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു, പിന്നെ മെയിൻ കണ്ടൻറ്റ്. അതിൽ നമ്മൾ റിസർച്ച് ക്വസ്റ്റൻ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു, ലാസ്റ്റ് നമ്മുടെ റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, സ്റ്റൈൽ എല്ലാം പറഞ്ഞതാണല്ലോ. MLA ഉണ്ട്, ഷിക്കാഗോ ഉണ്ട്, ഏത് സ്റ്റൈലാണോ അതിലെല്ലാം വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു, സോഴ്സ് എല്ലാം കൊടുക്കുന്നു. സോ ദാറ്റ് ഇസ് ദ 10th step. So that's all for today. Thank you, and keep sharing, subscribing and liking the videos, and you need to study. The notification will be out soon. Hope to see your NET and JRF results, and keep practicing more. Thank you.